അപ്പോൾ റഷ്യൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു 250 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 1/4 കിലോ. എന്നിട്ട് ഇതിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, പിന്നെ ഒരു ഹാഫ് സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, പിന്നെ ഒരു 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം കുക്കറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 3 വിസിലടിക്കണ വരെ ഇത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. 3 വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വറ്റിച്ചെടുക്കണം. തുറന്ന് കഴിഞ്ഞിട്ട് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിങ്ങനെ ഷ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെല്ലാം ചിക്കനെല്ലാം ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഷ്രെഡ് ചെയ്ത ചിക്കൻ നമ്മൾ നേരത്തെ എടുത്തത്. പിന്നെ ആവശ്യമുള്ളത് പൊട്ടാറ്റോ ആണ്. 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് സ്മാഷ് ചെയ്തതാണ്, കൈ കൊണ്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് 1/2 കപ്പാണ് ഇത്. പിന്നെ ആവശ്യമുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റും 1/2 കപ്പാണ്. ഇത് നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കണം ഇങ്ങനെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. 2 ബ്രെഡ് എടുത്തിട്ട് 2 ഫ്രഷ് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വലിയ ബൗളിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കുറച്ച് ആദ്യം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് നമ്മൾ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞു. എന്നിട്ട് കയ്യുമ്പോൾ കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്ക് എത്ര ആവശ്യമുള്ളത് അത്ര മിക്സ്ചർ കയ്യിലെടുത്തിട്ട് അത് ഒരു കബാബിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഓവൽ ഷേപ്പാണിത് ഞങ്ങൾ ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് അങ്ങനത്തെ ഷേപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു കബാബ് റെഡിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കബാബെല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് എല്ലാം ഷേപ്പാക്കി റെഡിയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ആവശ്യത്തിന് ബ്രെഡ് ക്രംസും 2 എഗ്ഗ് എടുക്കാം. എഗ്ഗ് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് എടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ളത്. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഓരോ കട്ട്ലറ്റും നന്നായിട്ട് നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസിലാണ് ആദ്യം കോട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കത് മുട്ടയിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. എന്നിട്ട് 1 മിനിറ്റ് 2-3 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്തിടാം. ശേഷം മറിച്ചിടാം. മറ്റേ സൈഡും 2-3 മിനിറ്റ് ഒരു ഗോൾഡൻ കളറാണ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റഷ്യൻ കട്ട്ലറ്റ് തയ്യാറാണ്, റെഡിയാണ്, അടിപൊളിയാണ്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. 2-3 മിനിറ്റ് 3 മിനിറ്റ് ഒരു സൈഡും 3 മിനിറ്റ് ഒരു സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം, എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടിപൊളി റഷ്യൻ കട്ട്ലറ്റ് തയ്യാറാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇഫ്താറിനൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.